നമസ്കാരം. ആശാ വോളണ്ടിയർമാരുടെ സമരം ഏതാണ്ട് 2 മാസത്തോളമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നടക്കുകയാണ്. ഈ സമരത്തിൻ്റെ മെറിറ്റിലേക്കോ അതിൻ്റെ ആവശ്യങ്ങളിലേക്കോ ഒന്നുമല്ല ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. മറിച്ച് ഈ കാര്യത്തിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, അത് വിഷ്വൽ മീഡിയ ആവട്ടെ പ്രിൻ്റ് മീഡിയ ആവട്ടെ, സ്വീകരിച്ചിരിക്കുന്ന ചില സമീപനങ്ങളെക്കുറിച്ചാണ് നമ്മളൊന്ന് അവലോകനം ചെയ്യുന്നത്. പല രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില സമരങ്ങളോട് മാധ്യമങ്ങൾക്ക് വല്ലാത്ത ഒരു പ്രണയവും പ്രേമവും അവരോടുള്ളൊരു വല്ലാത്ത വാത്സല്യമൊക്കെ കാണുന്നൊരു സ്ഥിതി കാണാറുണ്ട്. അപ്പോൾ ഈ സമരം അത്തരത്തിലൊന്നാണ്. മാധ്യമങ്ങൾക്ക് വല്ലാത്തൊരിഷ്ടം, ഒരു വല്ലാത്തൊരു പ്രണയമാണ് ഈ സമരത്തോട്. ഇതുപോലെ തന്നെ പല ഘട്ടത്തിലും മുമ്പ് നേരത്തെ കായിക താരങ്ങളുടെ നിയമനത്തെ സംബന്ധിച്ച് നടന്ന സമരത്തിലൊക്കെ ഇത്തരത്തിലൊരു വല്ലാത്ത അഭിനിവേശം ആ സമരത്തോട് മാധ്യമങ്ങൾ കാണിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിരവധിയായിട്ടുള്ള സമരങ്ങൾ കേരളപ്പിറവിക്ക് ശേഷം സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല ഭരണക്കാലത്തും ഇതുപോലെ തന്നെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ ചില സമരങ്ങളോട് മാത്രമാണ്, അതും പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ നടക്കുന്ന ഇത്തരം ചില സെൻസിറ്റീവ് ആയിട്ടുള്ള സമരങ്ങളുടെ രംഗത്തേക്ക് മാധ്യമങ്ങൾ വല്ലാത്ത ഒരു ആവേശത്തോടെ അടുക്കുന്നത് കാണാം. അപ്പോൾ പലതരത്തിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല സമരങ്ങളും നടന്നിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ 2019 ഒരു സമരം നമുക്ക് എടുക്കാം. 2019 മുത്തൂറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു ഫിനാൻസ് സ്ഥാപനത്തിന് നടന്നൊരു സമരം ഉണ്ടായിരുന്നു. 52 ദിവസം നീണ്ടുനിന്ന സമരമായിരുന്നു അത്. ആ സമരത്തിൽ അവരുന്നയിച്ച ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കാൻ മതിയായിട്ടുള്ളൊരു വേതനം ലഭിക്കുന്നില്ല. 10-15 വർഷമൊക്കെ അവിടെ ജോലി ചെയ്ത ആളുകൾക്ക് 15,000-ഉം 12,000-ഉം രൂപയൊക്കെയാണ് സാലറി ലഭിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആശാ വോളണ്ടിയർമാരെ പോലെയൊന്നുമല്ല. രാവിലെ തന്നെ വന്ന് ഒപ്പിട്ട് വൈകുന്നേരം വരെ അവർ ജോലി ചെയ്യുന്ന, എല്ലാ ദിവസവും അറ്റൻഡൻസ് ഒപ്പിടേണ്ട, പ്രസൻ്റ് ആവേണ്ട ഒരു ജോലിയാണ്. പക്ഷെ അവർക്ക് കിട്ടുന്നത് തുച്ഛമായ ശമ്പളമായിരുന്നു. മാത്രമല്ല പലരെയും പല നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജോലിയിൽ നിന്ന് മാറ്റിയെടുത്തുക, പിരിച്ചുവിടുക എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം അതിനെതിരായിട്ടാണ് ഈ 2019 അതിലെ ജീവനക്കാർ സമരരംഗത്തേക്ക് വന്നത്. CIT എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ അതിനാവശ്യമായിട്ടുള്ള പിന്തുണയും സഹായവും ഒക്കെ കൊടുക്കുന്ന സ്ഥിതിയുണ്ടായി. അന്ന് ആ സമരത്തോട് ഇതുപോലുള്ളൊരു പ്രണയമൊന്നും ഈ പ്രിൻ്റ് മീഡിയയ്ക്കും ഈ മുഖ്യധാര വിഷ്വൽ മീഡിയയ്ക്കും ഉണ്ടായിരുന്നില്ല. എന്നു മാത്രമല്ല, ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഈ സമരം അനാവശ്യമാണ്, ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും ഒരു വലിയ കമ്പനിയെ കെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്, എന്ത് സമരമാണിത്, എന്ത് ആഭാസമാണ്, ഇത്തരത്തിൽ സമരം ചെയ്യാമോ, അങ്ങനെ ഒരു കമ്പനി നാടുവിട്ട് പോവുകയില്ലേ, അവർക്ക് പുറത്ത് ഇവിടെ നിന്ന് അവർ 140-150 ശാഖകൾ അടച്ചുപൂട്ടാൻ പോവുകയാണ്, ഒരു നിവൃത്തിയില്ലെങ്കിൽ കേരളത്തിലെ പ്രവർത്തനം പോലും അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുള്ളൊരു പ്രചരണമാണ് ആ സമരത്തിനെ അപഹസിച്ചുകൊണ്ട് നടന്നത്. ആ സമരത്തിലുള്ള ആളുകളും ജീവനക്കാരും ആശാ ജീവനക്കാരും ഒരേപോലുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അവർക്ക് മതിയായ വേതനം ലഭിക്കണം, ഞങ്ങളുടെ വേതനത്തിൽ വർധന വരുത്തണം. അപ്പോൾ അന്ന് 2019 നടത്തിയ സമരത്തെ ഈ മീഡിയ ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്തത് എന്തിനാണ്? ഇന്ന് ഈ നടക്കുന്ന സമരത്തോട് ഇത്ര വലിയ തോതിലുള്ള പതിവില്ലാത്ത രീതിയിലുള്ളൊരു അഭിനിവേശം, ഒരു പ്രണയമൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ എല്ലാവരുടെയും സമരത്തെ അനുകൂലിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നൊരു സമീപനം സ്വീകരിക്കണ്ടേ? അപ്പോൾ മുതലാളിമാരുടെ കാര്യം വരുമ്പോൾ ഒരു സമീപനം, അതേസമയത്ത് ഗവൺമെൻറ്റിനെതിരെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സമരം വരുമ്പോൾ വേറൊരു സമീപനം. എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിനെ താറടിച്ച് കാണിക്കാമോ, ഏതെല്ലാം രീതിയിൽ ഗവൺമെൻറ്റിനെ ഇകഴ്ത്തി കാണിക്കാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോകുന്നൊരു ചിത്രമാണ് ആശാ സമരത്തിൽ കാണുന്നത്. ഇതുമാത്രമല്ല, കേരളത്തിലെ സ്വകാര്യ മുതലാളിമാരുടെ കമ്പനികളിൽ ഏതെങ്കിലും രീതിയിലുള്ള സമരമോ എന്തെങ്കിലും പ്രത്യേകമായ അന്വേഷണമോ കാര്യങ്ങളോ ഇടപെടലോ സർക്കാർ തലത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേ നിലപാട് തന്നെയാണ് കേരളത്തിലെ മീഡിയ സ്വീകരിക്കുന്നത്. ഒരു ഉദാഹരണമാണ് കിഴക്കമ്പലത്തെ കിറ്റക്സിൻ്റെ കാര്യത്തിൽ കണ്ടത്. അവിടെ ലേബർ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ സാധാ രീതിയിലുള്ള അവിടെ അന്വേഷണവും അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതിന് വേണ്ടിയൊക്കെ ചെല്ലുമ്പോൾ അതിനെ മാനേജ്മെൻറ്റ് എതിർക്കുന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. അത് പറഞ്ഞു പെരുപ്പിച്ചത് എന്താണ്?
കേരളം വിടാൻ പോകുന്നു. കിറ്റക്സിന് കേരളത്തിലില്ല. കിറ്റക്സിനെ പോലൊരു കമ്പനിയെ അടച്ചുപൂട്ടാൻ, ദ്രോഹിക്കാൻ ഗവൺമെൻറ് മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ മുതലാളിമാർ നടത്തുന്ന കമ്പനികൾ, സ്വകാര്യ മുതലാളിമാർ നടത്തുന്ന സമരങ്ങളും അതുപോലുള്ള കാര്യങ്ങളിലും വരുമ്പോൾ മാധ്യമങ്ങൾക്ക് ഈ ഒരു നട്ടലില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ മുത്തൂറ്റിൻ്റെ സമരത്തിൽ തന്നെ ഒരു പ്രത്യേകമായ സംഭവം ഉണ്ടായി. മുത്തൂറ്റിൻ്റെ സമരത്തിൽ ഒരു ഘട്ടത്തിൽ മുത്തൂറ്റിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ മേലധികാരികൾ ഒരു പത്രസമ്മേളനം തിരുവനന്തപുരത്ത് നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കാൻ പോലും തിരുവനന്തപുരത്തെ പത്രപ്രതിനിധികൾക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞത്, ഞങ്ങളുടെ മെസ്സേജ് പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, അത് കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി, ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട എന്ന് പറഞ്ഞു. അന്ന് ഈ മാധ്യമപ്രവർത്തകർ എന്താണ് കാണിച്ചത്? പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ ആ പത്രസമ്മേളനത്തിൽ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ പരസ്യദാതാക്കളായിട്ടുള്ള കമ്പനികളിൽ നിന്നും അവരെ എതിർക്കാനോ അവരോട് അലോസരപ്പെടുന്നൊരു ചോദ്യം ചോദിക്കാനോ ഒന്നും കഴിവില്ലാത്ത, നട്ടലില്ലാത്ത ഒരുതരം ജീവികളായിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മാറുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ, അത് പ്രിൻ്റ് മീഡിയ ആവട്ടെ വിഷ്വൽ മീഡിയ ആവട്ടെ, അതിനെ നിയന്ത്രിക്കുന്നത് എഡിറ്റോറിയൽ വിഭാഗമേ അല്ല. അതിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗം എന്താണോ പറയുന്നത് അത് വാർത്തയാക്കി കൊടുക്കാനും, മാർക്കറ്റിംഗ് വിഭാഗം കൊടുക്കരുതെന്ന് പറയുന്ന കാര്യങ്ങൾ കൊടുക്കാതിരിക്കാനും മാത്രമേ അതിലെ പത്രാധിപന്മാർക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുതലാളിമാർക്കെതിരായിട്ടുള്ള ഒരക്ഷരം കൊടുക്കാനോ ഉരിയാടാനോ കഴിയാത്ത ഒരുതരം പ്രത്യേക ജീവികളായി കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും പല മുതലാളിമാരും മുതലാളിച്ചുമാരും ഒക്കെ പത്രസമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷെ അത്തരം പത്രസമ്മേളനങ്ങൾ പോയി ഒരക്ഷരം പോയിട്ട് അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് ഒരു അലോസരപ്പെടുത്തുന്ന ഒരു ചോദ്യം ചോദിക്കാൻ പോലും ഒരു പത്രപ്രവർത്തകനൊന്നും കഴിയില്ല. ആ ചോദ്യമൊക്കെ ചോദിക്കാൻ കഴിയണമെങ്കിൽ അത് പിണറായി സർക്കാരിനെതിരെ മാത്രമാണ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എതിരെ മാത്രമാണ്. അവരോട് മാത്രം തട്ടിക്കയറാൻ, മന്ത്രിമാരായിട്ടുള്ള ആർ ബിന്ദുവിനോടോ വീണ ജോർജിനോടോ ഒക്കെ തട്ടിക്കയറാൻ കഴിയും. അതേസമയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടോ ജോർജ് കുര്യനോടോ തൻ്റെ ഇടത്തോടുകൂടി ഒരു ചോദ്യം ചോദിക്കാനുള്ള കഴിവ് പത്രപ്രവർത്തകർക്ക്, മാധ്യമപ്രവർത്തകർക്ക് എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മുതലാളിമാർക്കെതിരെ, സ്വകാര്യ മുതലാളിമാർക്കെതിരെ, പരസ്യം നൽകുന്ന കമ്പനികൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുപോലെ തന്നെ കേന്ദ്രത്തിലെ BJP ഭരണത്തിനെതിരെ, അതിൻ്റെ വക്താക്കൾക്കെതിരെ, BJP നേതൃത്വത്തിനെതിരെ ഒരു ചോദ്യം ശക്തമായി ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയണമെങ്കിൽ, നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ആ പൊള്ളയായ പ്രവർത്തനം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ആകെ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലും അതിലെ മന്ത്രിമാരോടും നേതാക്കന്മാരോടും മാത്രമാണ്. അതുകൊണ്ട് ആശാ സമരത്തിലും മുത്തൂറ്റ് ഫിനാൻസിൻ്റെ സമരത്തിലും നിങ്ങൾ സ്വീകരിച്ച ഇരട്ട നിലപാട്, നിങ്ങളുടെ തരത്തിലുള്ള രണ്ട് രീതിയിലുള്ള നിലപാടിനെ വിശദീകരിക്കുന്നതിനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമരത്തെ പൊലിപ്പിച്ചുകൊണ്ട് നടന്ന് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഗവൺമെൻറ്റിനെതിരായി എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നതിൽ കവിഞ്ഞ ഒരു ലക്ഷ്യവും ഇതിനകത്തില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, മാളുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അൺഎയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ്. ഇവരുടെ ആരുടെയെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കുമോ? ഇതുപോലെ ചർച്ച നടത്തുമോ? അത് നടത്തുന്നതിനുള്ള ആർജവോ ധൈര്യമോ നിങ്ങൾക്കുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്കത് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ആശാ സമരത്തെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകമായൊരു പ്രണയത്തോടു കൂടി ആ സമരത്തെ താലോലിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ തൻ്റെടമില്ലായ്മയെ ഓർത്ത്, നിങ്ങൾക്ക് നട്ടലില്ലാത്തതിനെ ഓർത്ത് കേരളീയ സമൂഹം ലജ്ജിക്കുകയാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ.